നമസ്കാരം. അഭൂതപൂർവമായ രംഗങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയിൽ. KPCC പ്രസിഡന്റിനെ മാറ്റുക എന്ന ഹൈക്കമാൻഡ് തീരുമാനത്തെ വീറ്റോ ചെയ്യുകയാണ് കെ സുധാകരൻ. താൻ ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു നിലപാടെടുത്തതായി അറിഞ്ഞിട്ടില്ല എന്നും താൻ തന്നെ ആയിരിക്കും പാർട്ടിയെ നയിക്കുക എന്നും കെ സുധാകരൻ പ്രഖ്യാപിക്കുന്നുവെന്ന് മാത്രമല്ല, തനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ല, അനാരോഗ്യമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്നുകൂടി കെ സുധാകരൻ കടത്തി പറയുമ്പോൾ വളരെ കൃത്യമായി മാറില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് കെ സുധാകരൻ. അത് ഹൈക്കമാൻഡിന് ബോധ്യപ്പെടുമോ? ഹൈക്കമാൻഡ് അത് അംഗീകരിക്കുമോ? അതോ ആന്റോ ആന്റണിയെ പുതിയ KPCC പ്രസിഡന്റായി നിയോഗിക്കുക എന്ന തീരുമാനവുമായി മുന്നോട്ട് പോകുമോ? KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പുതിയ നോമിനേഷൻ കോൺഗ്രസിൽ വലിയ കീറാമുട്ടിയാകുമോ? സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്നോടൊപ്പം ശ്രീകുമാർ മനയിൽ, മാധ്യമപ്രവർത്തകൻ ശ്രീ N ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ആദ്യം ശ്രീ N ശ്രീകുമാർ, എന്താണ് ഈ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് കേരളത്തിലെ KPCC പ്രസിഡന്റിനെ മാറ്റാൻ പോലുമുള്ള അധികാരമില്ലാത്ത ദുർബലാവസ്ഥയിൽ എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണോ? ഹൈക്കമാൻഡ് തീരുമാനിച്ചാലും സുധാകരൻ മാറില്ലെങ്കിൽ പിന്നെ എങ്ങനെ പുതിയ KPCC പ്രസിഡന്റ് വരും? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അഭിലാഷ് ചോദിക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. ഇനി സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആർക്കും ഉത്കണ്ഠയും വേണ്ട. കാരണം KPCC പ്രസിഡൻ്റായിട്ട് ശ്രീ കെ സുധാകരൻ ചുമതലയേറ്റ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് അദ്ദേഹത്തെ മാറ്റുന്നു എന്ന്. മാറ്റണം എന്ന് തീരുമാനിച്ചാൽ മാറ്റും. ഈ മാറ്റും എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം. ഇപ്പോൾ കേരളത്തിൽ നടക്കാൻ പോകുന്നത് കെ സുധാകരനെ മാറ്റുന്ന പ്രക്രിയയല്ല, KPCCയുടെ പുനഃസംഘടനയാണ്. ഈ പുനഃസംഘടന എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിന് ആ സംസ്ഥാനത്ത് അനുയോജ്യമായ ഒരു നേതൃതലം ഉണ്ടാകണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് പുനഃസംഘടനയായിട്ട് അവരതെടുക്കും. കേരളത്തിൽ അങ്ങനെ ഒരു പുനഃസംഘടന വേണം എന്ന് ഹൈക്കമാൻഡ് ചിന്തിച്ചു എന്ന് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും കോൺഗ്രസിൻ്റെ നേതാക്കളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ ഈ സുധാകരനെ മാറ്റും എന്ന് അല്ല ശ്രീകുമാർ, 2-3 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകുമെന്ന് താങ്കളുടെ സോഴ്സിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലായി. കെ സുധാകരനോട് ഇത് ഹൈക്കമാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു, കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ബോധ്യമാകുന്നില്ല. ഇന്ന് കെ സുധാകരൻ വിവിധ ന്യൂസ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അസന്നിഗ്ധമായി അദ്ദേഹം വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ എന്ത് പാർട്ടിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, എനിക്ക് ആരോഗ്യമില്ല എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നെ ആരോഗ്യവാനല്ല എന്ന് മുദ്ര കുത്തി മൂലക്കിരുത്തുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയി നമ്മളോട് പറയുകയാണ്. ഹൈക്കമാൻഡ് ഒരു നടപടി എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ആ നടപടി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, പുനഃസംഘടന. ആ പുനഃസംഘടനയിൽ ആര് KPCC പ്രസിഡന്റ് ആകണം, ശ്രീ സുധാകരൻ തുടരണോ എന്നുള്ള ചിന്തയൊക്കെ ഹൈക്കമാൻഡിന് മുമ്പിലുണ്ട്. അപ്പോൾ സുധാകരനെ മാറ്റും എന്ന രീതിയിലല്ല 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെന്ന് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അഭിലാഷ് ഇന്ന് ശ്രീ സുധാകരൻ്റെ ഒരു അഭിമുഖത്തെക്കുറിച്ച് പറഞ്ഞു, മാതൃഭൂമിയിൽ ഞാൻ കേട്ടു. അത് ആ അഭിമുഖത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം KPCC പ്രസിഡന്റിനുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ KPCC പ്രസിഡൻ്റാണ്. അദ്ദേഹം ഞാൻ തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുക എന്ന് വളരെ ആർജവത്തോടെ പറയുമ്പോൾ ആ ഒരു KPCC പ്രസിഡന്റിൻ്റെ ആ ഒരു തൻ്റെടവും അതുപോലെ തന്നെ ആ സ്ഥാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുമാണ് നമ്മൾ കാണേണ്ടത്. അതിൻ്റെ അർത്ഥം ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ തുടരുമെന്ന് പറയുന്നതല്ല. അദ്ദേഹം തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഹൈക്കമാൻഡ് എന്താണോ തീരുമാനിക്കുന്നത്, പോകാൻ പറഞ്ഞാൽ പോകാം, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാം എന്നും അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ശ്രീ സുധാകരൻ ഒരു കോൺഗ്രസ് വിരുദ്ധനായിട്ടോ കോൺഗ്രസ് വിമതനായിട്ടോ മാറുന്ന പ്രശ്നം ഇല്ല. അങ്ങനെ പറയുന്നതേ അങ്ങനെ ചിന്തിക്കുന്നതേ തെറ്റ്. കാരണം കേരളത്തിലെ KPCCയുടെ കോൺഗ്രസിൻ്റെ അവസാനത്തെ വാക്ക് സുധാകരനാണ്. ആ സുധാകരനെ മാറ്റണോ എന്നാണ് നിങ്ങൾ പറയുന്നത്, പക്ഷേ പുനഃസംഘടന എന്നാണ് ഹൈക്കമാൻഡ് പറയുക. അങ്ങനെ എന്താണ് ഹൈക്കമാൻഡ് തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു നിശ്ചയവുമില്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഹൈക്കമാൻഡിനും സുധാകരനെ ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം സുധാകരനും കോൺഗ്രസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, ഓക്കെ. ശ്രീ ജേക്കബ് ജോർജ്, ഇന്നലെ രാത്രിയോ ഇന്നോ പുതിയ KPCC പ്രസിഡന്റിനെ തീരുമാനിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമെന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിച്ചത്. വെറുതെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടതല്ല, വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കിയത്. പുതിയ KPCC പ്രസിഡന്റിനെ സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ട്, ഇനി അതിൻ്റെ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ പുതിയ KPCC പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല.
അമ്പിനും വില്ലിനും അടുക്കുന്നില്ല കെ സുധാകരൻ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഉണ്ടായാൽ അടുത്ത മണിക്കൂറിൽ കെ സുധാകരൻ എന്താണ് പറയാൻ പോകുന്നത്, എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആശയക്കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കണോ? അല്ല, ഈ ശ്രീകുമാർ പറയുന്ന പോലെ, അഭിലാഷേ, ശ്രീകുമാർ പറയുന്നത് പോലെ നമുക്കിത് വഴിയെ പോയ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ലല്ലോ മാധ്യമങ്ങൾ. ശ്രീകുമാർ തന്നെ ഒരു നല്ല മാധ്യമ പ്രവർത്തകനായിരുന്നു. ഞങ്ങളൊന്ന് ഒന്നിച്ചൊക്കെ ഏറെക്കുറെ ഒരേ സമയത്ത് ജോലി ചെയ്തവരാണ്. അപ്പോൾ ശ്രീകുമാറിന് അറിയാം മാധ്യമങ്ങൾക്ക് വിവരം കിട്ടുന്നത് എങ്ങനെയാണ്, വാർത്തകൾ കിട്ടുന്നത് എങ്ങനെയാണ്, ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവും അല്ലാത്തതുമായ കാര്യങ്ങൾ എങ്ങനെയാണ് ശേഖരിക്കുക എന്നുള്ളത് കേരളത്തിലെയും ഇന്ത്യയിലെയും പത്രക്കാരെ, മാധ്യമപ്രവർത്തകരെ പഠിപ്പിക്കേണ്ടതില്ല. ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ ഇത്തരം കാര്യങ്ങൾ, കോൺഗ്രസിൽ നടക്കുന്ന ഏത് കാര്യവും അറിയാനുള്ള ശേഷി കേരളത്തിലെ മലയാളി മാധ്യമപ്രവർത്തകർക്കുണ്ട്. അഭിലാഷേ, നമുക്കത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അതനുസരിച്ച് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലാക്കിയ വിവരം നാളെ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും സുധാകരൻ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളത് കാര്യം വേറെ. സുധാകരന് പൊട്ടിത്തെറിക്കാം. അദ്ദേഹം KPCCയുടെ നിലവിലുള്ള അധ്യക്ഷനാണ്. അദ്ദേഹത്തെ ഹൈക്കമാൻഡ് ഡൽഹി വിളിച്ച് വരുന്നത് വെറുതെ ചായ കൊടുക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ. കാര്യമായ വിശേഷപ്പെട്ട ഒരു വിവരം കൊടുക്കാൻ വേണ്ടിയാണ്, പറയാൻ വേണ്ടിയാണ്, അറിയിക്കാൻ വേണ്ടിയാണ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിച്ചത്. എല്ലാവരും സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ തിരിച്ച് കാറിൽ കൊണ്ടുവിട്ടു. സന്തോഷം പണ്ടി യാത്രയാക്കുകയും ചെയ്തു. അത് അഭിലാഷേ ഒരു യാത്രയപ്പാണ് എന്ന് വേണം കണക്കാക്കാൻ. നമ്മളൊക്കെ അങ്ങനെയാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് നാളെ ആ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് ശരിക്കും. അത് ആൻ്റോ ആൻ്റണി തന്നെ ആകും എന്ന് കേൾക്കുന്നുണ്ട്. എന്തുമാവട്ടെ, പക്ഷേ അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെയും അറിഞ്ഞത് സത്യം തന്നെയാണ്, വസ്തുതാപരം തന്നെയാണ്, സംശയമില്ല. തീർച്ചയായും അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ആവശ്യമില്ല. ശ്രീകുമാർ മനയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി പിടഞ്ഞതിനെ തുടർന്നാണ് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ പുതിയ സംവിധാനം ഉണ്ടാക്കിയത്. പാർലമെന്ററി പാർട്ടിയുടെ തലപ്പത്തേക്ക് VD സതീശനും പാർട്ടിയുടെ തലപ്പത്തേക്ക് കെ സുധാകരൻ വന്നു. നമുക്കറിയാം, കെ സുധാകരൻ വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഓളമുണ്ടാക്കുന്ന ആളാണ്. CPM പാർട്ടിയുമായി നേരിട്ട് നേർക്കുനേർ അടിച്ചു നിൽക്കുന്ന ആളാണ് കെ സുധാകരൻ. അദ്ദേഹം നടത്തിയ ആദ്യത്തെ ശ്രമം പാർട്ടിയെ സെമി കേഡറാക്കുക എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായി ബൂത്ത് കമ്മിറ്റികൾ ആരംഭിക്കുന്നു. പാർട്ടിയുടെ ഏറ്റവും താഴെ തലത്തിൽ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് സമാനമായി യൂണിറ്റ് കമ്മിറ്റികൾ എന്ന സമീപനത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ അത് പൂർണ്ണമായി നടന്നിട്ടില്ല എങ്കിൽ പോലും കോൺഗ്രസിനെ ഒരു സുഘടിതമായ സംഘടനയാക്കി മാറ്റുക എന്ന ഗോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോ കെ സുധാകരനെ വിശ്വസിച്ചാൽ അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിക്കുകയാണ്. ആരോഗ്യമില്ലെങ്കിൽ ഞാൻ ചികിത്സ തേടില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആരോഗ്യമില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റാൻ പോകുന്നു എന്നിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അത് എന്റെ പാർട്ടിയിലെ തന്നെ ചിലരാണെന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അഭിലാഷേ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കെ സുധാകരൻ KPCC അധ്യക്ഷനായി ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെ മാറ്റുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. മാറ്റുന്നുള്ള വലിയ പ്രചരണം എല്ലാ ചാനലുകളിലും അഴിച്ചുവിട്ടിരുന്നു. ഇപ്പോൾ വർഷം 4ആയി. ശരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു PCC അധ്യക്ഷനെ മാറ്റാൻ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ പോലും വേണ്ടി വരില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ പ്രോസസ്സിങ് അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും. അരമണിക്കൂർ 1 മണിക്കൂർ മതി. കാരണം PCC അധ്യക്ഷന്മാരെന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളവരും അവർ ചുമതലയാക്കാൻ പറയുമ്പോൾ ചുമതലയേൽക്കുകയും അവർ പുറത്തു പോകാൻ അല്ലെങ്കിൽ ചുമതലയിൽ നിന്ന് മാറാൻ പറയുമ്പോൾ ചുമതലയിൽ നിന്ന് മാറേണ്ടവരുമാണ്. അത് കെ സുധാകരനായാലും ഇന്ത്യയിലെ മറ്റ് 27 സംസ്ഥാനങ്ങളിലെ PCC അധ്യക്ഷന്മാരായാലും അത് തന്നെയാണ്. പിന്നെ ഇവിടെ എന്താ പ്രശ്നം സംഭവിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ കെ സുധാകരൻ്റെ മാരകമായൊരു പ്രഹരശേഷിയെ ഹൈക്കമാൻഡ് വളരെ സംശയത്തോടെയാണ് കാണുന്നത്. അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയാൽ ഒരുപക്ഷെ അദ്ദേഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നതിനെക്കുറിച്ച് കേരളത്തിലും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഇടയിലും ചില ആശങ്കകളുണ്ട്. കാരണം അതായത് നമുക്കറിയാം കെ സുധാകരൻ കടത്തി പറയുന്ന ആളാണ്, വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്, മൂർച്ചയുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്. ശരിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അൺസെറിമോണിയസ് എക്സിറ്റ് ആണ് എങ്കിൽ അദ്ദേഹം പ്രതികരിക്കുമായിരിക്കും. അതുമാത്രമാണോ? പണ്ടൊരിക്കൽ BJPയിലേക്ക് പോകുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് പോകണമെന്ന് തോന്നിയാൽ, ഞാൻ പോകണമെന്ന് തീരുമാനിച്ചാൽ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ BJPയിൽ പോകുന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പോകണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ പോകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ വേണമെങ്കിൽ BJPക്ക് ഒരു ഹൈ പ്രൊഫൈൽ നേതാവിനെ കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന വിധത്തിലായി പോകുമോ എന്നൊക്കെയുള്ള കടന്നാശങ്ക കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടോ? അല്ല, ഞാനിപ്പോൾ മറ്റേ അഭിലാഷ് പറഞ്ഞ ആശങ്ക എനിക്കില്ല.
പക്ഷേ എന്നാലും അതുപോലെ തന്നെ അദ്ദേഹം ഒരു പക്ഷേ വളരെ ശക്തിയായ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നടത്തിയാൽ 2026 തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ CPM പോലുള്ള അല്ലെങ്കിൽ BJP പോലുള്ള കക്ഷികളാൽ ഉപയോഗിക്കപ്പെടും, അത് ഇപ്പോഴുള്ള ഒരു ഓർഡറിനെ ഡിസോർഡർ ആക്കി മാറ്റില്ല എന്നുള്ള ഒരു ആശങ്ക കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ടാണ് ഈ സമയം ഇത് ദീർഘിപ്പിച്ച് പോകുന്നത്. ഈ ശരിക്കും PCC അധ്യക്ഷനെ മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സമയം കൃത്യം ഒരു മണിക്കൂറിൻ്റെ അരമണിക്കൂറിൻ്റെ ആവശ്യമില്ല. പക്ഷേ കെ സുധാകരൻ ആയതുകൊണ്ടും പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കെ സുധാകരൻ ആയതുകൊണ്ടും കെ സുധാകരനെ റീപ്ലേസ് ചെയ്തു തന്നെ ആളുകൾക്ക് എത്ര കണ്ട് കേരളത്തിലെ കോൺഗ്രസ് അണികൾക്കിടയിലൊക്കെ സ്വാധീനം ഉണ്ട് എന്നുള്ളത് കൊണ്ടും അങ്ങനെ ഈ കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് ഹൈക്കമാൻഡ് അല്പം ഭയക്കുന്നത്. ഇപ്പം കെ സുധാകരനെ മാറ്റിയിട്ട് ഒരു പ്രമുഖനായ ഒരു വളരെ ജനപിന്തുണയുള്ള കോൺഗ്രസ് നേതാവിനെ PCC പ്രസിഡന്റ് ആക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അത് കൃത്യമായിട്ട് അരമണിക്കൂർ കൊണ്ട് ചെയ്യും. പക്ഷേ കെ സുധാകരന് പകരം വരുന്നവരാരാണ്? ഈ ചോദ്യം ഇങ്ങനെ ഈ പലരെയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ തന്നെ ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ ചില കാര്യങ്ങൾ പുറത്തുവിട്ട് തുടങ്ങി. കത്തോലിക്ക സഭ അധ്യക്ഷന്മാരുടെ പേരുകൾ ഹൈക്കമാൻഡ് കൈമാറി. അത് ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അതൊക്കെ വ്യാജം അല്ലെങ്കിൽ അർത്ഥമായിരിക്കാം. പക്ഷേ ഇതെല്ലാം പലപ്പോഴും പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പല സമുദായങ്ങളിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് മുഴുവൻ കറങ്ങി കിടക്കുകയാണ്. ഇതൊക്കെ കോൺഗ്രസിന് ഉണ്ടാക്കുന്ന ചില തിരിച്ചടികൾ, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. കാരണം കത്തോലിക്ക സഭ ഒരു KPC പ്രസിഡന്റിനെ നിർദ്ദേശിക്കാൻ ഇത് കൊടുത്തു എന്നുള്ളത് ഒരുപക്ഷെ വാർത്തയ്ക്ക് അടിസ്ഥാനരഹിതമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ആ വാർത്തകൾ സാധാരണക്കാരന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കിടന്ന് കറങ്ങുമ്പോൾ വീണ്ടും അതൊരു സാമുദായിക അസന്തുലിതാവസ്ഥയെ കേരളത്തിൽ സൃഷ്ടിക്കാം. കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അയാൾ ഒരു കത്തോലിക്കനായിരിക്കണം. കത്തോലിക്കരിലെ ആര് എന്ന മട്ടിലാണ് ആലോചനയെങ്കിൽ സ്വാഭാവികമായും സഭ കുറിപ്പ് കൊടുത്താലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ചർച്ച നടക്കുമല്ലോ. അല്ല, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് കോൺഗ്രസിന് ദൂരവ്യാപകമായിട്ട് പ്രത്യേകത ഉണ്ടാക്കിയേക്കാം. കാരണം വെച്ചാൽ ഇപ്പോൾ ആന്റോ ആന്റണിയുടെ മെറിറ്റിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. അദ്ദേഹം KSUവിലെ യൂത്ത് കോൺഗ്രസിലൊക്കെ വളരെ സജീവമായിട്ട് വന്ന ആളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മെറിറ്റ് ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ ഈ ലേബലിലാക്കുന്നത് എന്തിനാണ്? അദ്ദേഹം ഒരു കത്തോലിക്കനാണ്, അതുകൊണ്ട് ആന്റോ ആന്റണിയെ പ്രസിഡന്റ് ആക്കാം എന്ന് പറയുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്ന തുല്യമാണ്. കാരണം ആന്റോ ആന്റണിയെ പ്രസിഡന്റ് ആക്കാം, ശരി, ഓക്കെ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കും. സുധാകരന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഹൈക്കമാൻഡിന് കഴിവുണ്ടല്ലോ, അവർ ചെയ്യട്ടെ. പക്ഷേ ഈ സുധാകരനെ മാറ്റുന്നു എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ അതിനോടൊപ്പം വരുന്ന ഇത്തരം പ്രചരണങ്ങളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുകയും കോൺഗ്രസിന്റെ സാധ്യതകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നത്. സുധാകരനെ KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്ന് മാറ്റുന്നതിനേക്കാൾ, സുധാകരന്റെ പ്രതികരണം രൂക്ഷമാവുകയോ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ വരുന്നത് ഇത്തരം പ്രചരണങ്ങൾക്ക് ഇടം കിട്ടും എന്നുള്ളതാണ്. അത്തരം പ്രചരണങ്ങൾക്ക് ഇടം കിട്ടുന്നത് അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ദുരവമായിട്ട് കോൺഗ്രസിന്റെ സാധ്യതകളെ ബാധിക്കും. അത് ഗുണം ചെയ്യുക CPM-നും മൂന്നാം തവണയും മുഖ്യമന്ത്രി ശരിയായ നിരീക്ഷണവുമാണ് അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് വർഷം എന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് 6 മാസമേ ഉള്ളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 11 മാസമേ ഉള്ളൂ. തിരഞ്ഞെടുപ്പ് വർഷം വരാൻ പോവുകയാണ്, തെരഞ്ഞെടുപ്പ് കാലമാഗതമാവുകയാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇതെന്താണ് കാണിക്കുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ പുതിയ സംവിധാനം ഉണ്ടാക്കിയത്. അതിൽ നിന്നും കെ സുധാകരനെ മാറ്റാൻ ആ പാർട്ടിക്ക് കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് ഇത്തരത്തിൽ വിഴുപ്പലക്കലിലൂടെ വേണോ എന്ന ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, സമീപകാലത്തെ KPCC പ്രസിഡന്റുമാരുടെ ഒക്കെ കാലാവധി ഏതാണ്ട് അബ്രപ്റ്റായിട്ട് അവസാനിച്ചതാണ്. VM സുധീരൻ എന്തുകൊണ്ടാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടതെന്ന് ആർക്കറിയാം? ആ കാലത്ത് സുധീരൻ പറഞ്ഞത് ഞാനത് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടില്ല. മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ കാര്യത്തിൽ പിന്നെ തെരഞ്ഞെടുപ്പ് തോൽവി എന്ന ഘടകം അവിടെ ഉണ്ട് എന്നെങ്കിലും വെക്കാം. രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം യഥാർത്ഥത്തിൽ ഒരു KPCC പ്രസിഡന്റിന് നല്ല നിലയ്ക്കുള്ള ഒരു പിന്മാറ്റം അല്ലെങ്കിൽ മടക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി കാണുന്ന മുതിർന്ന നേതാക്കൾ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെയും ഇപ്പോൾ ഇങ്ങനെ ഈ നേതൃമാറ്റ ചർച്ചയിലൂടെ ആകപ്പാടെ കുളം കലക്കപ്പെടുന്നത് കോൺഗ്രസിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക? കുളം കലക്കപ്പെട്ടു എന്നത് തീർച്ചയായും ശരിയാണ് ശ്രീ അഭിലാഷ്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന് നേരെ കലാപക്കൊടി ഉയർത്തി സുധാകരൻ പ്രതികരിക്കുന്നു എന്നൊരു പ്രതീതി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ നേരത്തെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ഓണറബിൾ എക്സിറ്റ് KPCC പ്രസിഡന്റിൻ്റെ കസറയിൽ നിന്നും തൻ്റെ മുൻഗാമികൾക്ക് പറ്റിയതുപോലെ ഒരു ചവിട്ട് ഇറക്കൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള കെ സുധാകരൻ്റെ അനന്തര സാധാരണമായ ഒരു വൈഭവം ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം താനൊരു വെറും പുഷ് ഓവറല്ല, ഹൈക്കമാൻഡ് പറയുമ്പോൾ ആ സമയത്ത് ഇറങ്ങിപ്പോകാനൊരു പുഷ് ഓവറല്ല, തനിക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും, താൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ഏതാണ്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുണ്ട്, പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നതൊരു ട്രാക്ക് റെക്കോർഡാണ്. അത് മാത്രമല്ല, തനിക്ക് ശേഷം ഒരു പിൻഗാമി ആര് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും ഹൈക്കമാൻഡിനും ഉണ്ടെന്ന് അദ്ദേഹത്തിന് കരുതാനാവില്ല. അതൊരു നാച്ചുറൽ ചോയ്സ് ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ
താൻ സ്വല്പം ഒന്ന് ബലം പിടിക്കുകയാണെങ്കിൽ തനിക്കൊരു ഓണറബിൾ എക്സിറ്റ് ഉണ്ടാകും. അത് ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് ഉണ്ടാവില്ല എന്നൊരാഗ്രഹമൊക്കെ ആയിരിക്കും ശ്രീ കെ സുധാകരനെ നയിക്കുന്ന ഒരു കാര്യം. ഇത് നോക്കൂ, കെ സുധാകരൻ ഇന്നലത്തെ ഒരു മൂഡിലായിരുന്നില്ല. ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം ഏത് മാധ്യമങ്ങൾ ബൈറ്റ് ചോദിച്ചോ അല്ലെങ്കിൽ പ്രതികരണം ആരാഞ്ഞോ ഇൻ്റർവ്യൂ ചോദിച്ചോ അതിനെല്ലാം വർദ്ധിത വീര്യത്തോടു കൂടി ഉത്തരം പറയുന്ന കെ സുധാകരനെ കണ്ടു എന്ന് പറയുമ്പോൾ തൻ്റെ ഭാഗം കൃത്യമായി അവതരിപ്പിക്കാൻ ഇന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരിഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഓടി നടക്കാൻ കഴിയുന്നില്ല, കേരളമാകെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല, KPCC ഓഫീസിൽ ഇരുന്നു കൊണ്ട് മാത്രം ചെയ്യാവുന്ന ഓഫീസ് തന്നെ ഇല്ല. അദ്ദേഹം പലപ്പോഴും കണ്ണൂരാണ്. അദ്ദേഹം പറയുന്നത് താൻ എപ്പോഴും ഗ്രൗണ്ടിലാണ്, അതുകൊണ്ടാണ് തന്നെ ചിലപ്പോൾ ഓഫീസിൽ കാണാത്തത്. ഈ കാര്യമൊക്കെ പറഞ്ഞ് ഇനി രോഗമുണ്ടെങ്കിൽ താൻ മയോ ക്ലിനിക്ക് വരെ പോയി ചികിത്സിച്ച ഒരു പാരമ്പര്യമുണ്ട്. ശ്രീ പിണറായി വിജയൻ പോയതും ബയോ ക്ലിനിക്കിലാണെന്ന് ഓർക്കണം. അതുകൊണ്ട് രോഗമൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാനുണ്ടോ? തനിക്ക് 76 വയസ്സ് മാത്രമേ ഉള്ളൂ, പടുവൃദ്ധനായി എന്ന് പറയാനാവില്ല. ഒരു ഫണ്ടമെൻ്റലി ഒരു വിഷയമുണ്ട്, അദ്ദേഹത്തിനൊരു ഓർമ്മിപ്പിച്ചൊക്കെ പോലെയുള്ള കാര്യമുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ പലരും സമ്മതിക്കുന്നു. പക്ഷെ അതല്ല വിഷയം. തൻ്റെ തല ഉരുളണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ ചിലരെ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അത് ആരെ എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നില്ല. ഒരുപക്ഷെ KC വേണുഗോപാലിനെയാണോ ലക്ഷ്യം വെക്കുന്നത് എന്നറിയില്ല. പക്ഷേ ദീപദാസ് മുൻഷി ഏതാനും മാസം മുൻപ് നടത്തിയ കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ആശയവിനിമയം ഇദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്, കെ സുധാകരനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകോപനം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ്. ഇതൊന്നും അല്ല ഇതിൻ്റെ രീതി. കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായി ഹൈക്കമാൻഡ് പറഞ്ഞാൽ മാറും. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഹൈക്കമാൻഡ് പറയുകയാണ് കെ സുധാകരൻ മാറണം, മറ്റൊരാളാകണം എന്ന് പറഞ്ഞാൽ അത് ശിരസാ വഹിക്കാൻ കെ സുധാകരൻ തയ്യാറാണ്. അല്ലാതെ കേരളത്തിലിരുന്നുകൊണ്ട് ഏതാനും നേതാക്കൾ പറയുകയോ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയോ ചെയ്യുന്നത് കൊണ്ടല്ല, ആ രീതിയിലല്ല കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടാകേണ്ടത്. ഇത് മുൻകാലങ്ങളിൽ ഈ തെന്നല ബാലകൃഷ്ണപിള്ളയൊക്കെ അനുഭവിച്ച ഒരു വ്യഥയുണ്ട്. അദ്ദേഹം ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലെത്തിച്ച KPCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് പിറ്റേ ദിവസം കെ മുരളീധരന് വേണ്ടി വഴിയൊരുക്കി കൊടുക്കേണ്ടി വന്നു. മുരളീധരനെ മാറ്റി അടുത്ത എല്ലാവരെയും രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഭാഗമായി കെ മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യാൻ തെന്നലയെ മാറ്റേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള നന്ദികേടുകൾ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ധാരാളമുണ്ട്. പക്ഷേ ഇവിടെ ശ്രീ N. ശ്രീകുമാർ നോക്കൂ, കെ സുധാകരൻ അദ്ദേഹത്തിന്റെ ഈ പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് AICC പ്രസിഡന്റിന്റെ മുമ്പിൽ വെച്ചിട്ട് പറ എന്താണ് എൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് എന്ത് മറുപടി പറയും? നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ എത്തിയത്. അദ്ദേഹം PCC അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് വന്ന തെരഞ്ഞെടുപ്പുകൾ തൃക്കാക്കര വലിയ ഭൂരിപക്ഷത്തിൽ, മുമ്പത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. പുതുപ്പള്ളി മുമ്പത്തേക്കാൾ പല മടങ്ങ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. പാലക്കാട് വിജയിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു, 4 ഇരട്ടി ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വമ്പൻ വിജയം നേടുന്നു, 18 സീറ്റ് നേടുന്നു. അതിനുശേഷം നടന്ന വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു. ആകപ്പാടെ ഈ ചേലക്കരയിൽ പരാജയപ്പെട്ടു. അതും ഭൂരിപക്ഷത്തിന്റെ കാര്യം വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം, അതൊരു മാർക്സിസ്റ്റ് കോട്ടയാണ് താൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ടറൽ വിജയം കൊണ്ടുവന്നിട്ടുള്ള ആളാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ പാർട്ടി പരാജയപ്പെട്ടിട്ടില്ല. അപ്പൊ എന്റെ നേതൃത്വത്തിൽ പാർട്ടി പരാജയപ്പെട്ടിട്ടില്ല എന്നിരിക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്നെ മാറ്റേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞിട്ടൊരു കടലാസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് തിരിച്ചെന്ത് മറുപടി പറയാൻ പറ്റും? ഒരു മറുപടിയും പറയാൻ പറ്റില്ല. കാരണം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് കെ സുധാകരൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും ഹൈക്കമാൻഡ് പ്രശംസിച്ചു കഴിഞ്ഞു. കേരളത്തിലെ മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ പരസ്യമായി പറഞ്ഞു സുധാകരൻ മാറേണ്ട കാര്യമില്ല. കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും കെ സുധാകരൻ മാറണമെന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ഒരു ജില്ലയിലും കോൺഗ്രസ് പ്രവർത്തകർ സുധാകരനെ മാറ്റണമെന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ KPCCയുടെ ഭാരവാഹികളുടെ പുനഃസംഘടന നടത്തേണ്ടി വരും. KPCCക്ക് ഇപ്പോൾ ട്രഷറർ ഇല്ല. പല KPCC സെക്രട്ടറിമാരും പഴയ ആളുകളാണ്. ചിലർ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല. ആ പുനഃസംഘടന വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിന് പുതിയ പ്രസിഡന്റ് വേണോ വേണ്ടേ എന്നൊരു ചർച്ച വരും. ആ ചർച്ചയിൽ KPCC പ്രസിഡന്റായ സുധാകരനോട് ഹൈക്കമാൻഡ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാം, എന്തു പറയാം, എൻ്റെ ട്രാക്ക് റെക്കോർഡ് ഇതാണ് എന്ന് സൂചിപ്പിക്കാം, തെറ്റില്ല. പക്ഷേ അപ്പോഴും സുധാകരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞാൻ എൻ്റെ നിലപാട് ഞാൻ ഹൈക്കമാൻഡിനൊപ്പമായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒരാളെ മാറ്റും എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ പുനഃസംഘടന എന്ന ആ പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ഊർജവും ആവേശവും സ്വാഭാവികമായും ലഭിക്കും. അത് ഏത് രീതിയിലാണ് ലഭിക്കുക എന്നുള്ളത് വരുന്ന പ്രസിഡന്റിനെ അനുസരിച്ചിരിക്കും.
ഇപ്പോൾ കെ സുധാകരനെ മാറ്റാൻ വേണ്ടി മാറ്റി പുനഃസംഘടന നടത്തുകയാണെങ്കിലാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരിക. നേരെ മറിച്ച് കെ സുധാകരനെ കൂടി എല്ലാ കാര്യങ്ങളും വിശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശ്ലാഘിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് പറയുകയാണ് ഒരു പുനഃസംഘടന മൊത്തത്തിൽ ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതിന് കൂട്ടുനിൽക്കേണ്ട, അത് അംഗീകരിക്കേണ്ട ബാധ്യത KPCC പ്രസിഡന്റുണ്ട്. ഇത് എല്ലാ കാലത്തും KPCC പ്രസിഡന്റുമാരെ അനുസരിച്ചിട്ടുണ്ട്. തെന്നല ബാലകൃഷ്ണയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഏത് KPCC പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാം. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കണം പെട്ടെന്ന്. കഴിഞ്ഞ ദിവസം ശ്രീ സുധാകരനെ വിളിച്ച് നേതാക്കൾ ചർച്ച നടത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞു. നേരെ മറിച്ച് അന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് അറിയിച്ചിരുന്നെങ്കിൽ ഈ ചർച്ച ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ തീരുമാനമെടുക്കാനുള്ള വൈകലിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കെ സുധാകരനും ചില ആവശ്യങ്ങളുണ്ട്. സംശയമില്ലാത്ത കാര്യമല്ലേ? കേരളത്തിലെ കോൺഗ്രസിനെ അഭിലാഷ് പറഞ്ഞ പോലെ വളരെ കരുത്തോട് നയിച്ച, ഇന്നും CPM-ൻ്റെ ഉറക്കം കെടുത്തുന്ന സുധാകരൻ KPCC പ്രസിഡന്റായപ്പോൾ ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി. എന്താ എഴുതിയെന്നറിയാമോ? എന്തിനാണ് സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കുന്നതെന്ന്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ മാറ്റപ്പെടാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കെ മുരളീധരൻ്റെ പ്രസ്താവനയാണെങ്കിലും അതുപോലെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണെങ്കിലും ഹൈക്കമാൻഡ് പുതിയൊരു മുഖത്തെ കൊണ്ടുവരുമ്പോൾ ആ മുഖത്തിന് എത്രത്തോളം സുധാകരനിൽ നിന്നും സുധാകരൻ്റെ പ്രവർത്തന ശൈലിയിൽ നിന്നും ഒരു പുതിയ പന്ഥാവിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. അതിനുള്ള സമയമായിരിക്കും അവരെടുക്കുന്നുണ്ടാവുക. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനം അതിനുള്ള സമയം എടുക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പരിഗണന, അതിന്റെ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ ഇവിടെ കെ മുരളീധരനെ ഉദ്ധരിച്ചു ഇദ്ദേഹം. പക്ഷേ കെ മുരളീധരൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പുതിയ KPCC പ്രസിഡന്റ് പ്രവർത്തകർ ടെലിവിഷനിലോ ഫോട്ടോയിലോ കണ്ടാൽ മനസ്സിലാവുന്ന ആളാവണം എന്ന്. അദ്ദേഹത്തിന്റെ അമ്പ് ചെന്ന് തറയ്ക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറയേണ്ടതല്ലല്ലോ. നോക്കൂ, ഇവിടെ കെ സുധാകരൻ ഒരു മാസ് ലീഡറാണ്. അദ്ദേഹം നേതാവ് എന്നുള്ള നിലയിൽ അണികളെ സൃഷ്ടിച്ചിട്ടുള്ള മാസ് ലീഡറാണ്. കോൺഗ്രസിൽ മാസ് ലീഡർമാരുണ്ടായിട്ടുണ്ട്. കെ കരുണാകരനെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം നൽകാൻ കഴിയുന്ന, പാർട്ടിക്കപ്പുറത്തും പ്രഭാവമുള്ളൊരു മാസ് ലീഡറാണ് കെ സുധാകരൻ. അപ്പോൾ അദ്ദേഹത്തെ അനാരോഗ്യം പറഞ്ഞോ അല്ലാതെയോ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ആരെ വെച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഗൗരവപൂർണ്ണമായ ചോദ്യമാണ്. പ്രവർത്തകർക്ക് ആവേശമുണ്ടാക്കുന്ന, കിടയറ്റ നിലയിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരാളെ വേണമല്ലോ. അതായത് ഇപ്പോൾ കത്തോലിക്ക സഭ പറഞ്ഞൊരു കത്തോലിക്കനെ പ്രസിഡന്റാക്കാൻ ഇത് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ. അതെ, തീർച്ചയായിട്ടും ഒരു സഭയോ ഒരു സമുദായമോ പറയുന്ന പോലെ അല്ല KPCC പ്രസിഡന്റിനെ മാത്രമല്ല കേരളത്തിലെ, ഇന്ത്യയിലെ ഒരു പാർട്ടിയും അങ്ങനെയല്ല ഒരു നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലൊക്കെ വർഷങ്ങളായിട്ട്, ദശകങ്ങളായിട്ട്, തുടക്കം മുതൽ തന്നെ ഒരു കൃത്യമായ നിലപാട് ആന്റണി മുതൽ ഇങ്ങോട്ട് എല്ലാ പാർട്ടികളും എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അടുത്ത് വരാൻ പോകുന്ന 6 മാസത്തിനപ്പുറം വരാൻ പോകുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ സജ്ജമാക്കാൻ 2 തോൽവി കഴിഞ്ഞ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊന്നും കോൺഗ്രസിൻ്റെ നില ഒട്ടും ആശാവഹമായിരുന്നില്ല, UDFിൻ്റെ നില. ഇനിയും വരാൻ പോകുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് സംഘടന ഇന്ന് ശക്തമാണോ? ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര DCC പ്രസിഡന്റുമാരുണ്ട് കേരളത്തിൽ? സുശക്തമായ ഒരു നേതൃത്വം ജില്ലാ തലത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന എത്ര DCC പ്രസിഡന്റുമാരുണ്ട് കേരളത്തിൽ? സംസ്ഥാന പ്രസിഡന്റിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല, അത് നമുക്ക് ചർച്ചാ വിഷയമാണല്ലോ, അത് സൂചിമുനയിൽ നിൽക്കുന്ന വിഷയമാണ്. എങ്കിൽ പോലും അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ് അഭിലാഷ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് കേരളം പിടിച്ചെടുക്കുക എന്നുള്ളത് ഹൈക്കമാൻഡിൻ്റെ ആവശ്യമാണ്. കേരളം കിട്ടാൻ പ്രയാസമില്ല. ഇന്നും കോൺഗ്രസ് പ്രബലമായ സംസ്ഥാനങ്ങളിലൊന്ന് കേരളം തന്നെയാണ്. സംശയമൊന്നുമില്ല, അത് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. കേരളത്തിൽ മാറി മാറി ഭരണത്തിൽ വന്നുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ഇതാ കിടക്കുന്നു താഴെ. ഇവിടെ നിന്ന് കരകയറണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് നല്ല നേതൃത്വം വേണം. സുധാകരൻ നല്ല നേതൃത്വമാണോ അല്ലയോ എന്നൊന്നും ഞാൻ വിലയിരുത്തുന്നില്ല. പക്ഷേ മികവുള്ള, കുറച്ചും കൂടി പ്രായം കുറഞ്ഞ, യൗവനമുള്ള ഒരു നേതാവിനെ കണ്ടുപിടിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രമിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. അത് സ്വാഭാവികമാണ്. കാരണം തിരഞ്ഞെടുപ്പ് വർഷമാണ്, അവിടെ വരും. പിന്നീട് അഭിലാഷ് ചോദിച്ച ചോദ്യം അത് ശരിയാണ്, യാതൊരു സംശയമില്ല. കേരളത്തിൽ
കോൺഗ്രസിൻ്റെ നേതാക്കൾ വളരെ കുറവാണിപ്പോൾ. പണ്ട് ആൻ്റണി, ഉമ്മൻചാണ്ടി നിരനിരയായിട്ട് എത്രയോ പേരാണ് ഇങ്ങോട്ട് വന്നേ. അത് പത്തനംതിട്ടക്കാരൻ ഫിലിപ്പോസ് തോമസ് വരെ വന്ന് അവസാനിച്ചു. ഫിലിപ്പോസൊക്കെ അവിടുത്തെ ജില്ലയിൽ ആന്റണി ഗ്രൂപ്പിൻ്റെയും കോൺഗ്രസിൻ്റെയും കോട്ട കാത്തിരുന്ന ആളാണ് പത്തനംതിട്ട ജില്ലയിൽ. അദ്ദേഹത്തെയൊക്കെ KPCCയിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം അന്ന് പരാജയപ്പെട്ടത്. പിന്നീട് ഇങ്ങോട്ട് വന്ന നേതൃത്വം അവിടെ നമുക്കൊരു അപജയം കാണാം. കോൺഗ്രസിൻ്റെ ഒരു അപജയം അവിടെ കാണാം. സംഘടനാ തലത്തിൽ നേതൃത്വം വളരെ വളരെ ദുർബലമായി. അതിൻ്റെ ഫലമാണ്, ആകത്തുകയാണ് ഇന്ന് കാണുന്നത്. അത് നന്നാക്കാൻ, നേരെയാക്കാൻ ഹൈക്കമാൻഡ് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിനകത്ത് ഹൈക്കമാൻഡിനെ കുറ്റം പറയേണ്ടതില്ല. അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു പ്രൊഫഷണൽ സമീപനം തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ അഭിലാഷ്. ശരി, ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കൂ, തെലങ്കാന പോലെ പാർട്ടിക്ക് ആദ്യം സ്വാധീനമുണ്ടായിരുന്ന, പിന്നെ തകർന്നു കിടന്ന ആ സ്ഥലത്ത് രേവന്ത് റെഡ്ഡിയെ പോലെ ഒരാളെ കൊണ്ടുവന്ന് ഭരണം പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഈ ഓൾഡ് വാർ ഹോഴ്സുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എന്തുമാത്രം യുവ നേതാക്കളുണ്ട്. PC വിശ്വനാഥിനെ പോലെ, ഷാഫി പറമ്പിലിനെ പോലെയൊക്കെയുള്ള നേതാക്കൾ പാർട്ടിയെ നയിച്ചാൽ എന്താ കുഴപ്പം എന്ന് എന്തുകൊണ്ടാണ് പാർട്ടി അല്ലെങ്കിൽ അതിന്റെ ഹൈക്കമാൻഡ് ആലോചിക്കാത്തതെന്ന് എനിക്കറിയാം. ശ്രീകുമാർ മനയിൽ, ക്രൈസ്തവ സമൂഹത്തിൽ ഒരു BJP സ്വാധീനം ഉണ്ടാകുന്നത് കണക്കിലെടുത്തായിരിക്കും ഒരു കത്തോലിക്കനായ പ്രസിഡന്റ് എന്ന ഒരു തരത്തിലുള്ള ചിന്ത കോൺഗ്രസിൽ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാസ പോലെയുള്ള സംഘടനകൾ ഒരു പ്രോ BJP ലൈൻ, മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ഹഗിയ സോഫിയ മുതൽ ഇങ്ങോട്ട് ഒരു പ്രോ BJP അല്ലെങ്കിൽ ആന്റി കോൺഗ്രസ് നിലപാടിലേക്ക് ക്രൈസ്തവ സമൂഹം പോകുന്നതിനെ തടയിടാൻ എന്ന ചിന്തയിലായിരിക്കും. പക്ഷെ ഒരു KPCC അധ്യക്ഷൻ കത്തോലിക്കനോ ക്രൈസ്തവനോ വന്നതുകൊണ്ട് ആ പറയുന്ന കാര്യം തടയപ്പെടുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. അതിനെ രാഷ്ട്രീയമായി തടയിടുക എന്നുള്ളതാണ് വേണ്ടത്. അതിനപ്പുറത്ത് ഒരാൾ വരുന്നത് കൊണ്ട് കാര്യമില്ല. പക്ഷെ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഓടി നടന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ സംഘടനയെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കുക എന്ന കാര്യത്തിന് ഊന്നൽ കൊടുക്കണ്ടേ? സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ മാസ് ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ അറിയാം. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിന് കഴിഞ്ഞ കാലയളവിൽ അത്ര ഗംഭീരമായി പ്രവർത്തിക്കണം. അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മയ്ക്കും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുന്നതിനുമൊക്കെ തടസ്സങ്ങളുണ്ട്. അത് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് തന്നെയും ആശയവിനിമയത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ അവരെടുത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സജീവമായി ഫുൾ ഫ്ലെഡ്ജഡായി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രസിഡന്റ് ഇല്ല, അതൊരു പ്രശ്നമാണ് എന്ന് പല കോൺഗ്രസ് നേതാക്കളും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്നുള്ള ഘടകത്തിലായിരിക്കാം മാറ്റം. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ ഏത് പരിഗണനയിൽ മാറ്റണം, പുതിയ ആളെ എന്ത് പരിഗണനയിൽ തിരഞ്ഞെടുക്കണം എന്നുള്ളത് കോൺഗ്രസ് കുറെ കൂടി അവധാനതയോടുകൂടി ആലോചിക്കേണ്ടതല്ലേ? അല്ല, അവിടെ അഭിലാഷ്, ഇവിടെ നമ്മൾ ഇക്കാര്യത്തൊക്കെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഒന്ന് റീഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. അല്ല, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇന്ന സമുദായത്തിൽപ്പെട്ട ഒരു നേതാവിനെ മുന്നോട്ട് വെച്ചാൽ ആ രാഷ്ട്രീയമല്ല ജനങ്ങൾ അംഗീകരിക്കുന്നത്. നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണെന്നാണ് ജനസമൂഹം നോക്കുള്ളൂ. 2016-ലും 2021-ലും ക്രൈസ്തവരുടെ വലിയൊരു വിഭാഗം വോട്ട് പിണറായി വിജയനാണ് കിട്ടിയത്. CPM കിട്ടി. പിണറായി, ഞാൻ ഉദ്ദേശിച്ച CPM കിട്ടി. കാരണം എന്തുകൊണ്ടാണ്? CPM മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റി. അപ്പോൾ പിണറായി വിജയൻ കത്തോലിക്കനായതുകൊണ്ടാണ് അന്ന് ക്രിസ്ത്യാനികളെല്ലാം ഇടതുപക്ഷത്തിന് CPM വോട്ട് ചെയ്ത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അപ്പുറത്ത് നിന്നപ്പോഴത്തേക്കും പ്രമുഖ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ കുത്തക സീറ്റുകൾ മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്ത് നിന്ന് ജയിച്ചില്ലേ? അപ്പോൾ അതൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മെറിറ്റാണത്. അപ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഏതാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് കോൺഗ്രസിൻ്റെ കൂടെ ജനങ്ങൾ നിൽക്കുള്ളൂ. അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ മെറിറ്റിനെ നമ്മൾ ഒരു വ്യക്തിയുടെയും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളതിനേക്കാൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മെറിറ്റാണ് ജനങ്ങൾ കണക്കിലെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അത് ഇനിയും കോൺഗ്രസ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് കേരളത്തിൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോൾ പുതിയ തലമുറ രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ പേരൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇവരുടെയൊക്കെ ഒരു ഗുണം വെച്ച് ഞാൻ കാണുന്നത് ഇവർ കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാൽ നിങ്ങൾ ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് സമുദായത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിൽ അതിനെ ഏറ്റുവാങ്ങാൻ ജനങ്ങളുണ്ടാവും. കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാൽ ക്രിസ്ത്യനും മുസ്ലിമും നായരും ഈഴവനൊക്കെ അത് ഏറ്റുവാങ്ങാനുണ്ടാവും. കാരണം അങ്ങനെയാണ് ജനങ്ങൾ മോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ പോലെ സുധാകരൻ്റെ ഒരു നേതൃത്വം കഴിഞ്ഞ 4 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എടുത്തു നോക്കുകയാണെങ്കിൽ യാതൊരു കുറ്റവും തെറ്റും പറയാൻ ആർക്കും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കൂടിയായിരിക്കണം ഇദ്ദേഹത്തെ എന്തിനു മാറ്റുന്നുള്ള ചോദ്യം ഉയർന്നു വരുമ്പോൾ ഹൈക്കമാൻഡ് വീണ്ടും ശങ്കിക്കുന്നത്, ആലോചിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ 4 വർഷവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ നമുക്കൊന്നും കുറ്റം പറയാൻ സാധിക്കില്ല. ഉപതെരഞ്ഞെടുപ്പിൽ വന്നു, പിന്നെ CPM നേരിടുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ മോൺസൺ മാവുകളായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് വലിയൊരു സീൻ തന്നെ ഉണ്ടാക്കി പിണറായി
പിണറായി സർക്കാർ. പക്ഷേ അതിൽ നിന്നൊക്കെ അദ്ദേഹം പിടിച്ചു നിൽക്കാൻ അദ്ദേഹം കഴിഞ്ഞത് അദ്ദേഹം ആ കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കരുത്ത് അദ്ദേഹത്തിനുള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ശരി, എന്നാലും കെ സുധാകരനെ മാറ്റാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കാം. കാരണം ഏത് പാർട്ടിക്കും അവരുടെ നേതാവിനെ മാറ്റാൻ തീരുമാനമെടുക്കാനുള്ള അധികാര അവകാശമുണ്ട്. അതിനെ അംഗീകരിച്ചാൽ മതിയാവും. കെ സുധാകരനും ഹൈക്കമാൻഡിനുള്ള അധികാരത്തെ അംഗീകരിക്കേണ്ടതാണ്. അദ്ദേഹം അംഗീകരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ പറയുന്ന പോലെ അതിനുശേഷം വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആൻ്റോ ആയിക്കോട്ടെ വേറെ ആളായിക്കോട്ടെ, അവരെല്ലാവരും ഈ പാർട്ടിയിൽ വർഷങ്ങളോളം പണിയെടുത്ത് അവരെ മെറിച്ച് തെളിയിച്ചിട്ടാണ് അവർ അധികാര സ്ഥാനങ്ങളിലെത്തി എം പി ആയും MLA ആയി ഇരിക്കുന്നത്. അവർ വെറുതെ ഏതെങ്കിലും സമുദായത്തിൻ്റെ കള്ളിയിൽ പെടുത്തിക്കൊണ്ട് അവരെ ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പം നാളെ ഈ ഏതെങ്കിലും ഒരു സഭയുടെ ആളായിട്ടൊരു വ്യക്തി പ്രസിഡന്റ് ആയിരിക്കട്ടെ, നാളെ രാഷ്ട്രീയ വിമർശകരുടെ ഏറ്റവും വലിയ ആക്രമണം എന്തായിരിക്കും? നിങ്ങൾ മറ്റേ സഭ പറഞ്ഞ ആളെയല്ലേ പ്രസിഡന്റാക്കിയത്, ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അത്തരം പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഇവർ മനസ്സിലാക്കണം. കെ സുധാകരനെ മാറ്റാതിരിക്കുന്നതല്ല വിഷയം. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ AICC പ്രസിഡന്റ് മുതൽ ബൂത്ത് പ്രസിഡന്റ് വരെ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനപ്പുറത്തേക്കുള്ള ചോദ്യമോ ഉത്തരവും ഇല്ല. അത് കെ സുധാകരനായാലും എക്സ്ട്രാ ആരായാലും. പക്ഷേ ഇത്തരം ഈ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ അത് കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷയം. കോൺഗ്രസിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയും അത് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ പാർട്ടിക്ക് ഭാവിയുള്ളൂ. അത് ഇവരെല്ലാവരും മനസ്സിലാക്കിയാൽ നന്നെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. അവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, പുതിയ KPCC പ്രസിഡന്റ് ആര് വേണം എന്ന് തീരുമാനിക്കുമ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ സംഘടനാ കാര്യങ്ങളുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ താല്പര്യവും കേരള രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പരിഗണനകൾ കൂടി പലപ്പോഴും തീരുമാനങ്ങളിൽ നിഴലിക്കുകയും ചെയ്യും. ഹൈ പ്രൊഫൈലായ ഒരാൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് വേണ്ട, അതല്ലെങ്കിൽ ആ പൊട്ടൻഷ്യലുള്ള ഒരു വലിയ പൊട്ടൻഷ്യൽ ഹൈ പ്രൊഫൈൽ ലീഡർ വേണ്ട എന്നുകൂടി വിചാരിക്കുന്നുണ്ടാവുമോ? കത്തോലിക്ക അകത്തോലിക്ക എന്നൊക്കെ ഉള്ളത് മാറ്റി നിർത്തിയാൽ അതൊക്കെ ഒരു ലോജിക്കൽ തോട്ട് പ്രോസസ്സാണ് ശ്രീ അഭിലാഷ്. തന്നോടൊപ്പം തലപ്പൊക്കമുള്ള ഒരാൾ വേണ്ട KPCC പ്രസിഡന്റ് സ്ഥാനത്ത്. തനിക്ക് ഭാവി മുഖ്യമന്ത്രിയാകാൻ ഒരു സാധ്യത തെളിയുന്നു എങ്കിൽ അതിന് തന്നോടൊപ്പം നിൽക്കാൻ കഴിയുന്ന, തന്നേക്കാൾ ഒരടി താഴെ നിൽക്കുന്ന ഒരാൾ വേണമെന്ന ഒരു ചിന്ത ഒരു പക്ഷേ KC വേണുഗോപാൽ ഉണ്ടായിരിക്കാം. അതൊരു ആർഗ്യുമെൻറ്റേറ്റീവ്ലി. പക്ഷെ ഇവിടെ നോക്കൂ, ഒരു ക്രൈസ്തവ നേതാവ് വേണം എന്ന ഒരു പൊതുധാരണയാണ് ദീപാദാസ് മുൻഷി കൊടുത്ത റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം ഈ ക്രൈസ്തവ സമുദായം ഏറെക്കാലമായി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ടില്ല. AK ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്തിന് ശേഷം അവരോടൊപ്പം തലപ്പൊക്കത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ക്രൈസ്തവ നേതാവ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കേരളത്തിലില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ ശ്രീ ആൻ്റണിയുടെ കാര്യം പറഞ്ഞാലും അദ്ദേഹം ഒരു മുൻ DCC പ്രസിഡൻ്റാണ്, 3 ടൈം MP ആണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പാൻ കേരള ഇമേജ് ഉണ്ടെന്ന് ഒരു കോൺഗ്രസ്സുകാരും കരുതില്ല. അത് മാത്രം ഒരുപക്ഷെ KPCC പ്രസിഡന്റ് പദവിയിലേക്ക് വന്നാൽ അത് ആർജിച്ചെടുക്കാം എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ K സുധാകരൻ്റെ പകരക്കാരനാകാൻ തക്ക വലിപ്പം സണ്ണി ജോസഫ് എന്ന പേരാവൂർ MLAക്കോ അല്ലെങ്കിൽ പത്തനംതിട്ട MP ആയ ആൻ്റണിക്കോ ഉണ്ടെന്ന് പരമാവധി കോൺഗ്രസ്സുകാർ വിചാരിക്കാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ കുറച്ചുകൂടെ നാച്ചുറൽ ചോയ്സ് ബെന്നി ബെഹനാൻ ആണ്. ഒരുപക്ഷെ സഭകളെല്ലാം അടുത്തറിയുന്ന സഭാ നേതാക്കളുമായിട്ടെല്ലാം അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം യാക്കോബായ സമുദായക്കാരനായ ഒരാളാണ്. യാക്കോബ സമുദായത്തിൻ്റെ വലിയൊരു വിഭാഗം ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇപ്പോൾ പിണറായി വിജയന് അനുകൂലമായി നിന്ന് ഒരുപക്ഷെ അവരുടെ സഭാ തർക്കത്തിൽ ഓർത്തഡോക്സുകാരുമായുള്ള തർക്കത്തിൽ നേട്ടമുണ്ടാക്കാമെന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ബെന്നി ബെഹനാൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം, യാക്കോബ സഭയിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിത്വം ഗുണമാണോ എന്നൊരു ചിന്തയുണ്ട്. അത് മാത്രമല്ല സർവ്വതാ സ്വീകാര്യനാകുമോ എന്ന മറ്റൊരു ചിന്തയുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഒരു പാൻ കേരള ഇമേജുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ ആ കാര്യം ഒന്ന് അതേ കാര്യം തന്നെ സംസാരിച്ചാൽ ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബെന്നി ബെഹന്നാൻ യാക്കോബായ സമുദായാംഗമാണ്. പക്ഷെ അദ്ദേഹം കേരളത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ രാഷ്ട്രീയത്തിൽ എത്രയോ കാലമായി പയറ്റി തെളിഞ്ഞ നേതാവാണ്. അദ്ദേഹം A ഗ്രൂപ്പിനെ സംബന്ധിച്ച് A ഗ്രൂപ്പിന്റെ മാനേജർ പോലെയായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ പോലെയായിരുന്നു. അപ്പോൾ ആ പ്രൊഫൈൽ അദ്ദേഹത്തിന് സംഘടനാ രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു, സംഘടനാ രാഷ്ട്രീയത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പേരുകളെക്കാൾ കൂടുതൽ മെറിറ്റ് അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അദ്ദേഹം യാക്കോബായ സഭ അംഗമാണ് എന്നുള്ളത് ശരിയാണ്. നോക്കൂ, ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് സഭാ അംഗമായിരുന്നു. നമ്മുടെ മൊത്തം കേരള സമൂഹത്തെ എടുത്താൽ അതിൻ്റെ ഒരു 2-3% മാത്രമുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിനിധി കേരളത്തിന് മുഖ്യമന്ത്രിയായി 2 തവണ വരികയും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി എത്രയോ കാലം നിൽക്കുകയും ചെയ്തു. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ സാമുദായിക ഐഡന്റിറ്റി കൊണ്ടല്ല, ഉമ്മൻചാണ്ടി കേരളത്തിൽ ജനകീയനാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ വളരെ മെറ്റിക്കുലസ് ആയി ഇന്ന കമ്മ്യൂണിറ്റിയിലെ ഇന്ന സെക്ടിന്റെ ഇന്ന രൂപതയുടെ അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ ശരിക്കും? ഇല്ല അഭിലാഷ്, അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആന്റണി ഗ്രൂപ്പിന്റെ പ്രകടമായ ഗ്രൂപ്പ്
മാനേജറും മുഖവും ആയിരുന്നു എന്നത് ശരിയാണ്. പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ ആന്റണി എ ഗ്രൂപ്പിൻ്റെ പിന്നെ മെയിൻ സംഘാടകൻ ബെന്നി ബെഹനാനായിരുന്നു. അതും വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്രവർത്തകരെയും പേര് ചൊല്ലി വിളിക്കാൻ കഴിയുന്ന എ ഗ്രൂപ്പിനെ ഇപ്പോഴും സജീവമായി, ഇപ്പോൾ എത്രയെല്ലാം നേതാക്കളെല്ലാം പോയി മൺമറഞ്ഞു എങ്കിൽ പോലും ഇപ്പോഴും സജീവമായി നിലനിർത്താൻ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോഴും കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളത് ഈ മുൻകാല എ ഗ്രൂപ്പ് തന്നെയാണ്. അവരങ്ങനെ വിളിക്കുന്നില്ലെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് ബെന്നി ബെഹനാൻ നാച്ചുറലി ഒരു സംഘടനാ സംവിധാനത്തെ തഴുകി ഉണർത്താൻ തക്ക ഒരു സംഘടനാ വൈഭവം കാട്ടിയിട്ടുള്ള ഒരാളാണ്, സംശയമില്ല. അതേപോലെ തന്നെ മറ്റ് പേരുകളും വരുന്നുണ്ട്. ഈ റോജി ജോൺ, പക്ഷേ വളരെ വളരെ ജൂനിയറായ ആളാണ്. കുഴൽനാടൻ സ്വന്തമായി വളരെ പെട്ടെന്ന് പടികൾ ചവിട്ടിക്കയറി വലിയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ശ്രീ പിണറായി വിജയനോട് നേരിട്ട് മുട്ടി നിൽക്കാൻ നിയമസഭയിൽ ഉജ്ജ്വലമായ പ്രഭാഷണം നടത്തി വിഷയങ്ങൾ കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. പക്ഷേ അവരുടെയൊക്കെ സമയം വരുന്നതേ ഉള്ളൂ എന്ന് കോൺഗ്രസ്സുകാർക്കറിയാം. പക്ഷേ കത്തോലിക്ക സമുദായമാണ് 18 ലക്ഷം വരുന്ന കേരളത്തിലെ 18% വരുന്ന കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ നേരെ പകുതി കത്തോലിക്കരാണ്. അപ്പോൾ അതൊരു വലിയ നമ്പറാണ്. 25 ലക്ഷത്തോളം വരുന്ന ആ ഒരു നമ്പർ. അപ്പോൾ അത് മുഴുവൻ ഒരു വോട്ട് ബാങ്കായി കാണാനാവില്ല എങ്കിൽ പോലും ഇനി ഒരു കോൺഗ്രസ് പ്രസിഡന്റ് കേരളത്തിൽ ഉണ്ടാകുന്നത് ഒരു കത്തോലിക്കനായിരിക്കണം എന്നൊരു ചിന്തയാണ്. നോക്കൂ, മുൻകാലങ്ങളിൽ ടി എം വർഗീസ് എന്ന മാർത്തമക്കാരനുണ്ടായിരുന്നു, വിഖ്യാതനായ ആളാണ്. അദ്ദേഹം മാർത്തമ സമുദായം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ക്രൈസ്തവ നേതാവായിരുന്നു. പി ടി ചക്ക ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഡിനോമിനേഷൻ ആരും ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഡിനോമിനേഷൻ ഉൾപ്പെടെ ഏത് വിഭാഗമാണെന്നുൾപ്പെടെ തലനാരിഴ കീറി പരിശോധിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറി എന്നതാണ് പരിതാപകരമായ കാര്യം. അതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പോൾ വരുന്നത് ഒരു ചെറിയ വിഭാഗമെങ്കിലും BJP ക്രൈസ്തവ സഭയുടെ സമുദായത്തിൻ്റെ ഈ ലവ് ജിഹാദൊക്കെ കത്തി നിൽക്കുന്നത് കൊണ്ട് കത്തോലിക്ക വിഭാഗത്തിൻ്റെയെങ്കിലും മലയോര മേഖലയിലൊക്കെയുള്ള കോട്ടയത്തിൻ്റെയും ഇടുക്കിയുടെയും കിഴക്കൻ മേഖലയിലൊക്കെയുള്ള കുറച്ച് പേരെങ്കിലും ഒരു BJP ലൈനിലേക്ക് ചായുന്നു എന്ന ഒരു പരിഭവം, പേടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അത് കുറേയൊക്കെ ശരിയാണ് താനും. അപ്പോൾ ഇവരൊരു ടൈറ്റ് കോൺടെസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ടുകൾ തിരിയാൻ പോകുന്നത് എന്ന ഒരു പേടിയുണ്ട്. കാസ ഉൾപ്പെടെയുള്ള സംഘടനകൾ സജീവമായി നിൽക്കുകയാണെങ്കിൽ കത്തോലിക്ക വിഭാഗത്തെയും ക്രിസ്ത്യൻ വിഭാഗത്തെ മുഴുവനായും പരമാവധി UDFിലേക്ക് നിലനിർത്താൻ തക്ക ഒരു മുഖം വേണം. 3 തുടർച്ചയായി ഈഴവ സമുദായത്തിൽ നിന്നും, തീയ സമുദായത്തിൽ നിന്നും, ഈഴവ സമുദായത്തിൽ നിന്നും 3 പ്രസിഡന്റുമാർ തുടർച്ചയായി വന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നു, പിന്നെ അതുപോലെ VM സുധീരൻ വന്നു, ഇപ്പോൾ ഇതാ K സുധാകരൻ വന്നു. അപ്പോൾ അവിടെ എല്ലാം വന്നപ്പോൾ ഈഴവ സമുദായത്തിന് ന്യായമായ പ്രാതിനിധ്യമായി. അപ്പോൾ ഇനി ഒരു അടൂർ പ്രകാശ് എന്ന ഈഴവ സമുദായത്തിൽപ്പെടുന്ന ഉജ്ജ്വലനായ ഒരാൾ, അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ അപ്പോഴും ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു വേക്കൻസി അവിടെ കിടക്കുന്നു എന്ന് കോൺഗ്രസിൽ പൊതുവെ അകത്തളങ്ങളൊരു ചിന്തയുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ 2 പേരിലേക്ക് അവസാനം സീറോ ഇൻ ചെയ്യുകയും അവിടെ ഈ ആന്റണി എന്ന താരതമ്യേന ഒരു വലിയ ശക്തൻ എന്ന് പറയാനാവില്ല എങ്കിലും അദ്ദേഹത്തിനൊരു നറുക്ക് വീഴുന്നതും അതുകൊണ്ടാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം കാട്ടിയ മഹാ അബദ്ധം ശ്രീ അഭിലാഷ് എന്താണെന്ന് ചോദിച്ചാൽ, മിനിഞ്ഞാന്ന് വൈകിട്ട് തന്നെ സീല് ചെയ്യാമായിരുന്ന ഈ തീരുമാനം വെച്ച് നീട്ടി അത് ചർവിതചരണം ചെയ്തുകൊണ്ട് മാധ്യമങ്ങളും മറ്റ് പ്രതിപക്ഷങ്ങളും എല്ലാം തന്നെ ഇതിനെ അലക്കി തലനാരിഴ കീറി പരിശോധിക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചതിന് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിടിപ്പുകേട് തന്നെയാണ് പ്രധാന കാരണമെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, അത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കോൺഗ്രസിലെ രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ ആദ്യം ലീക്ക് ചെയ്ത് കൊടുക്കും, തീരുമാനമെടുക്കുന്ന ആളുകൾ തന്നെ. അതേക്കുറിച്ച് സ്പെക്കുലേഷൻ ഉണ്ടാവും, തുടർന്ന് കലഹങ്ങളുണ്ടാവും. അതിനേക്കാൾ നേരത്തെ എടുത്ത തീരുമാനം അങ്ങ് പ്രഖ്യാപിച്ചാൽ, പെട്ടെന്ന് തീരുമാനമെടുത്ത് പെട്ടെന്ന് അങ്ങ് പ്രഖ്യാപിച്ചാൽ ഈ കുഴപ്പങ്ങളൊക്കെ പകുതി ഒഴിവാകും യഥാർത്ഥത്തിൽ. പക്ഷേ നമ്മൾ ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ പരിഗണിക്കുമ്പോൾ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയാണല്ലോ, അതിന് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെയാണ് കൂടുതലായി ഉണ്ടാവുക. ശ്രീ ജേക്കബ് ജോർജ്, ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഏതെങ്കിലും ഒരു പാർട്ടി നടത്തുന്നതിന് തെറ്റില്ല. പക്ഷേ അത് ഇങ്ങനെ ഇത്രയും സൂക്ഷ്മദർശിനി നോക്കി പരിശോധിച്ച് ഒരാളെ കണ്ടെത്തുന്നത് എത്രമാത്രം ഫലപ്രദമാകും എന്നൊരു പ്രശ്നം കൂടിയുണ്ടല്ലോ. ഇനിയിപ്പോൾ കത്തോലിക്കനാവണം, മറ്റ് അകത്തോലിക്ക വിഭാഗങ്ങളോ മറ്റ് വിഭാഗങ്ങളോ ഒന്നും വേണ്ട, കത്തോലിക്കനാവണം തീരുമാനിക്കുന്നു. ഇപ്പോൾ കത്തോലിക്കനായാൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയോട് പ്രതിപത്തിയുള്ള ആൾ വേണോ, ചങ്ങനാശ്ശേരി അതിരൂപതയോട് പ്രതിപത്തിയുള്ള ആൾ വേണോ, അല്ലെങ്കിൽ താമരശ്ശേരി തലശ്ശേരി വടക്കൻ രൂപതകളോട് പ്രതിപത്തിയുള്ള ആൾ വേണോ എന്ന് വേണമെങ്കിൽ ആലോചിക്കാൻ. ജനാഭിമുഖ കുർബാനക്കാരൻ വേണോ, അൾത്താരാഭിമുഖ കുർബാനക്കാരൻ വേണോ എന്ന് ആലോചിക്കുക. ഇങ്ങനെ സൂക്ഷ്മദർശിനി വെച്ച് പോയിട്ട് എന്നിട്ട് ഏറ്റവും യോഗ്യനായ ക്രൈസ്തവനെ കണ്ടെത്തുക എന്ന നിലയിലേക്കൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി പോകുന്നതെങ്കിൽ വലിയ കഷ്ടമല്ലേ? അല്ല, അഭിലാഷിപ്പം ചൂണ്ടിക്കാണിച്ചത് ക്രിസ്ത്യൻ സഭകളിലുള്ള ജീർണതകളിലേക്കാണ് കേട്ടോ.
അത് അവർ തന്നെയാണ് നാണക്കെടേണ്ടത്. ക്രിസ്ത്യൻ സഭകളെ നമ്മളിങ്ങനെ അലക്കുന്നത് മുന്നോട്ടുള്ള കുർബാന വേണോ, പിന്നോട്ടുള്ള കുർബാന വേണോ, മറിച്ചത് വേണം, മറ്റേ ഗ്രൂപ്പ് വേണോ, ശവക്കല്ലറ ഇവിടെ ആയിരിക്കണം, അതൊക്കെ സഭകൾക്കാണ് നാണക്കേട്. അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ കോൺഗ്രസ് പച്ച പിടിച്ചത് ഏത് ഘട്ടത്തിലാണ്? കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് KSUവിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് 1972 വിദ്യാഭ്യാസ സമരം നടന്നത്. ആ സമരം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കെതിരെയായിരുന്നു. നമുക്കൊക്കെ അറിയാമല്ലോ അഭിലാഷേ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കെതിരെയായിരുന്നു. നേതൃത്വം കൊടുത്ത AK ആന്റണി, ഉമ്മൻചാണ്ടിയും ഒക്കെ ആയിരുന്നു ക്രിസ്ത്യാനികൾ. അവർ തന്നെയാണ് അവസാനവും ബിഷപ്പ് കുണ്ടുകുളം പറഞ്ഞു, ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ഞങ്ങൾ മഴുത്തായ കൊണ്ട് തെരുവിൽ നേരിടുമെന്ന്. ബിഷപ്പ് കുണ്ടുകുളം. ഉമ്മൻചാണ്ടി പറഞ്ഞു, വാളെടുത്തവൻ ഓർത്തോണം, വാളെടുത്തവൻ വാളാൽ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ഉമ്മൻചാണ്ടിയാണ് തിരിച്ചടിച്ചത്. അന്നാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു കുതിച്ചുകയറ്റം ഉണ്ടായത്. അത് ആ ഒരു ലെവലിലേക്ക് എത്തിയത് ആ ഒരു സമരം കൊണ്ടാണ്. ക്രിസ്ത്യാനികൾക്കെതിരെ ക്രിസ്ത്യൻ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നടത്തിയ സമരം കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ AK ആന്റണി, ഉമ്മൻചാണ്ടി ഇവരാരും ക്രിസ്ത്യാനികളാണെന്നോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പോലെയുള്ള നേതാക്കൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള നേതാക്കൾ വേറെ സമുദായക്കാരാണെന്നോ? കേരളം അങ്ങനെയല്ല അവരെ കാണുന്നത്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. കേരളം അങ്ങനെയല്ല അവരെ കാണുന്നത്. കേരളം കാണുന്നത് വളരെ സെക്കുലറായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ എന്ന നിലയ്ക്ക് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇവിടെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ആൻറ്റോ ആൻ്റണി, പക്ഷേ ആൻറ്റോ ആൻ്റണി കത്തോലിക്കനായതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും യാക്കോബക്കാരനോ ഓർത്തഡോക്സുകാരനോ യോഗ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനം നിഷേധിക്കണം? അദ്ദേഹത്തിന് ആൻ്റണിയുടെ അത്രയും തലയെടുപ്പൊന്നുമില്ല, ഉമ്മൻചാണ്ടിയുടെ അത്രയൊന്നും പ്രൊഫൈലൊന്നും ഇല്ലാത്തത് ശരിയാണ്. VM സുധീരൻ അവരൊക്കെ വന്ന വരവ് അതിൽ നിന്ന് കാലം മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആ ലെവലിലേക്കൊന്നും ഉയരുന്നില്ല. പക്ഷേ ഒരു നേതാവിനെ എടുക്കേണ്ടി വരുമ്പോൾ പലതും നോക്കണം. ക്രിസ്ത്യാനികളുടെ പ്രശ്നം, ക്രിസ്ത്യാനികൾക്ക് ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തിന് ഇടുക്കി, കോട്ടയം ആ ജില്ലകളിലൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ കത്തോലിക്ക സമുദായത്തിനകത്ത് ബിഷപ്പുമാർ നേതൃത്വം തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, അതൊരു മുസ്ലിം വിരുദ്ധതയാണ്. അത് UDFന് ക്ഷീണമാണ്. അത് മുൻകൂട്ടി കാണേണ്ട ഒരു രാഷ്ട്രീയ ഘടകമായിട്ട് വളർന്നു വന്നിരിക്കുന്നു. രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്ത്. ആ ഒരു ഘടകമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പം പത്തനംതിട്ട. സാധാരണ അവിടുത്തെ ക്രിസ്ത്യാനികൾ പൊതുവേ ജന്മന കോൺഗ്രസ് അനുഭാവികളാണ്, കോൺഗ്രസ് മനസ്സുള്ളവരാണ്. അവരുടെ ഭാവം മാറി. ആ തിരുവല്ല, കോഴഞ്ചേരി, ഞാൻ അവിടുത്തുകാരനായതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ആ പള്ളികളിലൊക്കെ ഇപ്പോൾ DYFയുടെ യൂണിറ്റുകൾ തന്നെയുണ്ട്. വേണമെങ്കിൽ ഒരു പ്രകടനം നടത്താനുള്ള പിള്ളേരെ അവിടുത്തെ ജേക്കബ് ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ എല്ലാ സീറ്റുകളും ജയിക്കുന്നു LDF. ഇടുക്കിയിൽ ഇതുപോലെ വമ്പിച്ച വിജയം, തൊടുപുഴ ഒഴികെ എല്ലാ LDF ജയിക്കുന്നു. ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഇപ്പോൾ ചങ്ങനാശ്ശേരി പോലെയുള്ള സീറ്റുകൾ പോലും ഇവിടെ തന്നെയാണ് കേരള കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇപ്പോൾ ചങ്ങനാശ്ശേരി, പൂഞ്ഞാറ് പോലെ ഇപ്പോൾ ക്രൈസ്തവ ബെൽറ്റിൽ കഴിഞ്ഞ തവണ LDF ആണ്. അതെ, 5 സീറ്റ് പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റ് ഇടതുമുന്നണിക്ക് CPMന് കിട്ടി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ തിരിഞ്ഞു നോക്കാൻ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു ആ ഭാഗമെല്ലാം. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ആ 3 ജില്ലകൾ. അവിടെ ഉമ്മൻചാണ്ടിയുടെ ലെഗസി അതൊരു ശരിക്കും ഒരു വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആൻറ്റോ ആൻ്റണി വന്നത്. അതുവരെയും അവിടെ നേതാവായിരുന്ന കോൺഗ്രസിൻ്റെ കോട്ട കാത്തിരുന്ന നേതാവ് ഫിലിപ്പോസ് തോമസ് ആയിരുന്നു. ഫിലിപ്പോസ് തോമസിനെ അവിടെ കട്ട് ചെയ്യുകയാണ്. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ പറ്റിയ ഭയങ്കര അബദ്ധം. അദ്ദേഹത്തിന് ചിലപ്പം സീറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സംഘടനാ നേതൃത്വത്തിലേക്ക് വിടണമായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് പറ്റിയ പരാജയം അവിടെയാണ്. അത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ തന്നെ വല്ലാതെ ബാധിച്ചു എന്നുള്ളതാണ് ഘടകം. ഇന്നിപ്പോൾ ആൻറ്റോ ആൻ്റണി വരുന്നത് ഉമ്മൻചാണ്ടിയുടെ തട്ടകത്തിൽ നിന്ന്, കോട്ടയത്ത് നിന്ന് വന്നയാൾ, ഉമ്മൻചാണ്ടിയുടെ അതേ പ്രദേശത്ത് നിന്നുള്ളയാൾ, ആൻ്റണി വിഭാഗത്തിൻ്റെ ആൾ. അതൊക്കെ ആയിരിക്കണം ഹൈക്കമാൻഡ്. ആൻറ്റോ ആൻ്റണിയെ പരിഗണിക്കുകയാണെങ്കിൽ കാണുന്ന വിഷയങ്ങൾ അതിനാണ് പ്രസക്തി. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു കത്തോലിക്കനെന്നോ കോൺഗ്രസ് എന്നോ ക്രിസ്ത്യാനിയെന്നോ ഉള്ള വിഷയമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ N. ശ്രീകുമാർ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ നയം, കോൺഗ്രസ് ഒരു സെക്യുലർ പാർട്ടിയാണ് എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ കോൺഗ്രസ്
ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ എടുക്കുന്ന നിലപാടുകൾ, ഇന്ത്യ ഭരിക്കുന്നത് BJP എന്ന വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്, ഇസ്ലാമോഫോബിയ വളരെ സജീവമാണ്, അപ്പോൾ പലതരത്തിലുള്ള എൻക്രോച്ച്മെന്റ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ അനുകൂലമായ സമീപനം കോൺഗ്രസ് പാർട്ടി എടുക്കുന്നുണ്ട്, ഇസ്ലാമോഫോബിയക്കെതിരായ നിലപാട് കോൺഗ്രസ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കത്തോലിക്കരായ ഒരു പ്രസിഡന്റ് വരുന്നു എന്ന് വിചാരിക്കുക. കോൺഗ്രസിന്റെ നയമാണല്ലോ ഏത് സമുദായക്കാരൻ വന്നാലും പറയാനും നടപ്പാക്കാനും പറ്റുകയുള്ളൂ. ഒരു ഭാഗത്ത് ചില പുരോഹിതർ പോലും കാസ പോലെയുള്ള സംഘടനകളുടെ മുഖമായി നിന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വളരെ വിദ്വേഷജനകമായ പരാമർശങ്ങളൊക്കെ നടത്തുന്നത് കാണുന്നുണ്ട്. സ്വാഭാവികമായും KPCC പ്രസിഡന്റ് കത്തോലിക്കനാണെങ്കിലും അതിന് ചുട്ട മറുപടി പറയേണ്ടി വരും. സെക്യുലർ ആയിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കേണ്ടി വരും. ഇസ്ലാമോഫോബിയക്കെതിരായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കേണ്ടി വരും. അവർക്ക് മറുപടി പറഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു സമുദായ സ്ഥാനം എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണോ? നോക്കൂ അഭിലാഷേ, കോൺഗ്രസ്സിന് എല്ലാ കാലത്തും ഒരു സമീപനമുണ്ട്. അതായത് KPCC പ്രസിഡൻ്റായിട്ട് ഒരാളെ വെക്കുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ വെക്കുമ്പോഴും മുഖ്യമന്ത്രിയെ വെക്കുമ്പോഴും ഒരു സമുദായങ്ങളുടെ ഒക്കെ സമവായമൊക്കെ കോൺഗ്രസ് നോക്കാറുണ്ട്. കോൺഗ്രസ് അത് കൃത്യമായി നോക്കും, മറ്റുള്ളവരും രഹസ്യമായിട്ട് നോക്കും. ഇവിടെ KPCC പ്രസിഡന്റ് സ്ഥാനം ആർക്കും സംവരണം ചെയ്തിട്ടില്ല. ആരാണ് KPCC പ്രസിഡന്റ് ആവണമെന്ന് ഒരു സമുദായവും തീരുമാനിക്കേണ്ട. AK ആൻ്റണിയും വയലാർ രവിയും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അത് ഈഴവ ക്രിസ്ത്യൻ മത്സരമായിട്ട് ആരും ചിത്രീകരിച്ചില്ലല്ലോ. ഇവിടെ KPCC പ്രസിഡൻ്റായിട്ട് ഒരു ക്രിസ്ത്യാനി വരുമെന്ന് പറഞ്ഞത് ആരാ? മാധ്യമങ്ങളല്ലേ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞോ? അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണ് അടുത്ത KPCC പ്രസിഡന്റ് എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞോ? കോൺഗ്രസ് ഹൈക്കമാൻഡ് ചിലപ്പോൾ വെക്കുക ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളായിരിക്കാം. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ AL ജേക്കബ് ചേട്ടനും KM ചാണ്ടിയും CV പത്മരാജനും KG അടിയോടിയൊക്കെ KPCC പ്രസിഡന്റുമാരായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആര് KPCC പ്രസിഡന്റ് ആകുന്നു എന്ന് നോക്കിയിട്ടല്ല ജനം വോട്ട് ചെയ്യുന്നത്. ജനം വോട്ട് ചെയ്യുന്നത് ഈ ഗവൺമെൻറ്റിന് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. വർത്തമാനകാല രാഷ്ട്രീയത്തിലെ LDF ഗവൺമെൻറ്റിനെതിരായിട്ടാണ് ജനം വോട്ട് ചെയ്യുക. അല്ലാണ്ട് KPCC പ്രസിഡൻ്റായിട്ട് ഇന്നയാൾ വന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യാമെന്ന് ഒരു കോൺഗ്രസ്സുകാരനോ ഒരു നാട്ടുകാരനോ ഒരു വോട്ടറോ ചിന്തിക്കില്ല. പക്ഷേ കോൺഗ്രസ്സിന് ചില നയങ്ങളുണ്ട്. ആ നയം എന്താണെന്ന് വെച്ചാൽ നാളെ ഏതെങ്കിലും സമുദായം കുറ്റം പറയാൻ പാടില്ല. ഇവിടെ നേരത്തെ പറഞ്ഞു ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ തോൽക്കുമെന്ന്. ഞാൻ ഏറ്റവും അവസാനത്തെ ഉദാഹരണം പറയാം. ക്രൈസ്തവ സമുദായം കുറേ കാലമായിട്ട് അവരുടെ രാഷ്ട്രീയം കോൺഗ്രസിനോട് പരിപൂർണമായും അടുത്ത് നിന്നുകൊണ്ടല്ല. അവർക്ക് അവരുടേതായ ചില കാഴ്ചപ്പാടുകൾ വേറെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മുനമ്പത്ത് മേജർ ആർച്ച് ബിഷപ്പ് നടത്തിയ പ്രസംഗം ഞങ്ങൾക്ക് പരമ്പരാഗത ചിഹ്നത്തിൽ നിന്ന് മാറ്റി ചെയ്യാമെന്നാണ്. ആ പാലക്കാട് 3000 വോട്ടിൽ നിന്നും 18,000 വോട്ടായിട്ട് വർദ്ധിച്ചു. 15,000 വോട്ട് കൂടി. വയനാടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 5 ലക്ഷത്തോളം എത്തി. ഇതെന്താ നിങ്ങൾ കാണാത്തത്? അപ്പോൾ സമുദായ നേതാക്കളോ അല്ലെങ്കിൽ ജാതി മതചിന്തയ്ക്ക് ജാതി മതചിന്തയ്ക്ക് ഒപ്പം വളരുന്നവരോ ആയ ഏതെങ്കിലും നേതാക്കൾ പറയുന്നത് പോലെ അല്ല ജനം വോട്ട് ചെയ്യുക. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സമീപനം ഏത് കാലത്തും കോൺഗ്രസ് എടുക്കും. അത് ചിലപ്പോൾ ക്രിസ്ത്യാനിയെ വെച്ചാവാം, ചിലപ്പോൾ ഹിന്ദുവിനെ വെച്ചാവാം, ചിലപ്പോൾ മുസൽമാനെ വെച്ചാവാം. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, പ്രവർത്തകരെങ്ങനെ ചിന്തിക്കുന്നു, ഇതാണ് കോൺഗ്രസ് ആദ്യം നോക്കുക. പ്രവർത്തകരും ജനങ്ങളും ചിന്തിക്കുന്ന വഴിയെ തന്നെ ഹൈക്കമാൻഡ് പോവുള്ളൂ. ഇപ്പം നാളെ ശ്രീ മോഹൻ വർഗീസിയുടെ ഒരുപാട് പേരുകൾ പറഞ്ഞു. ഈ പേരുകളൊക്കെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. അല്ലാണ്ട് ഉമ്മൻചാണ്ടിയെ ക്രിസ്ത്യാനിയായിട്ട് കാണുമോ, ആന്റണിയെ ക്രിസ്ത്യാനിയായിട്ട് കാണുമോ, വയലാർ രവി ഈഴവനായിട്ട് കാണുമോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് വളർന്നത് അത്തരം സാഹചര്യത്തിലൂടെയാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമാവില്ല. ഒരു എതിർ ശബ്ദം പോലും ഒരു പ്രവർത്തകൻ്റെയോ നേതാവിൻ്റെയോ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അതിലാണ് ഹൈക്കമാൻഡിൻ്റെ വിജയം അവസാനം ഉണ്ടാവുക. ശരി, എന്തായാലും താങ്കൾ പറഞ്ഞ ഉദാഹരണം, അതായത് പാലക്കാട്ടെയും അതുപോലെ തന്നെ വയനാട്ടിലെയും വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ കോൺഗ്രസ് തന്നെ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുണ്ട്. വലിയ വർഗീയ ധ്രുവീകരണ ശ്രമം ചില ആളുകൾ, തീവ്ര നിലപാടുള്ള ചില സംഘടനകളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ഏശിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളും സമുദായ അംഗങ്ങളും ഒന്നും ഏതെങ്കിലുമൊക്കെ സംഘടനകളോ ഏതെങ്കിലുമൊക്കെ ഫ്രിഞ്ച് എലമെന്റ്സ് പറയുന്ന കേട്ടല്ല അവരുടെ നിലപാട് തീരുമാനിക്കുന്നത് എന്നത് എല്ലാ പാർട്ടികളും ഉൾക്കൊള്ളേണ്ട കാര്യവുമാണ്. പിന്നെ പക്ഷേ ശ്രീകുമാർ മനയിൽ KPCC പ്രസിഡന്റിനെ മാറ്റുന്നത് കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിനകത്ത്, കേരളത്തിലെ കോൺഗ്രസിനകത്ത് സജീവമായി നടക്കുന്ന ചർച്ചയാണ്. അത് മാധ്യമങ്ങളിലും വരാറുണ്ട്. ഇപ്പോൾ സുധാകരൻ വളരെ ഖണ്ഡിതമായൊരു നിലപാടെടുത്തത് കൊണ്ട് അദ്ദേഹം ഇനി എന്ത് നിലപാടെടുക്കുമെന്ന് പേടിച്ച് ഇപ്പോൾ വെച്ച ഒരു കാൽ പിന്നോട്ട് വെച്ച് പിന്നെയും ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് KPCC പ്രസിഡന്റിനെ മാറ്റുന്ന ചർച്ച ആരംഭിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോവുകയാണ്.
എല്ലാ പാർട്ടികളും പോവുകയാണ്. അപ്പോൾ കൃത്യമായി എടുക്കേണ്ട നിലപാടുകൾ എടുത്ത് തന്നെ പോവുക എന്നുള്ളതാണ്. ഇനി ഇത് ഇങ്ങനെ അലക്കാൻ വേണ്ടി പൊതുജന മധ്യത്തിലേക്ക് ഇട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളത് അല്ലേ ഈ ഘട്ടത്തിൽ ആ പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യം? ആ പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വിജയിക്കണമെന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അഭിലാഷ്. കാരണം എന്ന് വെച്ചാൽ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെങ്കിൽ ഹൈക്കമാൻഡ് മാറ്റണം. എന്നിട്ട് അതിന് അനുയോജ്യ ആളെ ആ സ്ഥാനത്തിരുത്തണം. കാരണം ഇതൊരു KPCC അധ്യക്ഷൻ വരുന്നതും പുതിയ ആൾ വരുന്നതല്ല, ഈ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമാണ്. ഈ ഇലക്ഷനിലേക്ക് പോകുന്ന കോൺഗ്രസിൻ്റെ പ്രോസസ്സിങ്ങിനെ ഈ അധ്യക്ഷൻ്റെ മാറ്റം അങ്ങനെ തടസ്സപ്പെടുത്താനും സാധ്യതയില്ല, അതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് പോവുകയാണെങ്കിൽ. അപ്പോൾ കെ സുധാകരനെ മാറ്റിയിട്ട് വേറൊരാളെ പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഹൈക്കമാൻഡ് അത് ചെയ്യണം. പക്ഷേ ആ സംഭവം നടക്കണം. ഒരാളെ മാറ്റിയിട്ട് മറ്റേ ആളെ സ്ഥാനത്ത് വരണം. അത് ആൾ ചാർജ് എടുത്തിട്ട് ആ പ്രോസസ്സിങ്ങിന് കണ്ടിന്യൂറ്റി കൊടുക്കണം. ഇതാണ് വേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോവുകയും സുധാകരൻ മാറുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ നിരന്തരം നീണ്ടുപോകുമ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലും അണികളുടെ ഇടയിലൊക്കെ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് വിരുദ്ധരായ CPM-നും മറ്റുമൊക്കെ കോൺഗ്രസിനെ അപഹസിക്കാനുള്ള ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ CPM-ന്റെ സൈബർ അണികൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ നിരന്തരം അപഹസിച്ചു തുടങ്ങി. കാരണം മാറുമോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു, മാറില്ല എന്ന് സുധാകരൻ പറഞ്ഞു. അപ്പോൾ അവിടെ തീരുമാനമായി. ആ രീതിയിലൊക്കെയുള്ള വളരെ CPM സൈബർ സേനകൾ അത്തരമുള്ള കമന്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. അപ്പോൾ ഇതിനൊന്നും അവസരം ഉണ്ടാക്കി കൊടുക്കാതെ സുധാകരനെ അല്ലെങ്കിൽ എക്സിനെ മാറ്റിയിട്ട് വഴി വെക്കെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അതിന് സമ്പൂർണ്ണമായ അധികാരമുണ്ട്. അവർ മാറ്റി പുതിയാളെ വയ്ക്കട്ടെ. ഈ ചർച്ചകൾക്ക് ഇടം കൊടുക്കാതെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന പ്രോസസ്സിങ് ഈ മറ്റേ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്കും അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷനിലേക്കുള്ള ആ പ്രോസസ്സിംഗ് നടന്നു പോയാൽ മാത്രമേ വരുന്ന 2024 അവിടെ ശ്രീ മോഹൻ വർഗീസ് നമ്മൾ വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നത് പ്രതീക്ഷിക്കണോ? ഇപ്പോൾ ഉയരുന്നത് കട്ടപ്പുകയാണ്. പക്ഷേ അത് നേരത്തെ വെളുത്ത പുകയായി ഉയരണമെങ്കിൽ ഹൈക്കമാൻഡിന് വ്യക്തമായൊരു ധാരണയുണ്ടാകണം. ആന്റണിയാണ് തീരുമാനിച്ചത് എങ്കിൽ അത് പ്രഖ്യാപിക്കാനുള്ള ആർജവം ഉണ്ടാകണം. അതായത് ഇപ്പോൾ സൂചി കൊണ്ട് എടുക്കാവുന്നതിനെ തൂമ്പ കൊണ്ടല്ല JCB കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ആ ഒരു കോംപ്ലിക്കേറ്റ് ചെയ്യാതെ ഹൈക്കമാൻഡിന് വളരെ സിമ്പിളായി മുൻകാലങ്ങളിൽ എത്ര പെട്ടെന്നാണ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ആ ചടുലത വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് വല്ലാതെ ധൃതി കാട്ടുന്ന ഹൈക്കമാൻഡ് ഇപ്പോൾ വെച്ച് താമസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അല്ല എങ്കിൽ ഇപ്പോൾ അധികാരമാറ്റമില്ല എന്ന് ഹൈക്കമാൻഡ് ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുധാകരൻ തന്നെയാണ് എന്നത് പിന്നെ വ്യക്തമായി പറയാൻ കഴിയണം. അല്ല എങ്കിൽ കെ സുധാകരൻ്റെ കൂടി താല്പര്യപ്രകാരം ഒരാളെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് പറയണം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീർച്ചമൂർച്ച വരുത്തി പറഞ്ഞില്ല എങ്കിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇവിടെ സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെ സംസാരത്തിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാവി പ്രോസ്പെക്ട്സിന് ഇപ്പോൾ നിലവിലുള്ള ഉണ്ടെന്ന് കരുതപ്പെടുന്ന ആൻറ്റി ഇൻകംബൻസിയെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള കോൺഗ്രസിൻ്റെ ശ്രമങ്ങൾ അത് അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ ഒരു വിഷയം വെച്ച് താമസിപ്പിക്കുന്നതിന് ഹൈക്കമാൻഡിനെ മാത്രമേ കുറ്റപ്പെടുത്താനാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. അപ്പോൾ കാലതാമസം എന്നുള്ളത് ഒഴിവാക്കേണ്ടതാണ്. കെ സുധാകരനെ മാറ്റുന്നില്ലെങ്കിൽ ദീപാദാസ് മുൻഷിക്ക് കേരളത്തിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിക്ക് അത് പരസ്യമായി പറയാം, അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ വാർത്താക്കുറിപ്പ് ഇറക്കാം, അഭ്യൂഹങ്ങളെ കൃത്യമായും ഖണ്ഡിതമായും തള്ളാം. അതല്ലാതെ വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ ചർച്ചയാക്കുന്നത് വഴി ആ പാർട്ടിക്ക് എന്തായാലും ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വളരെ നന്ദി ശ്രീകുമാർ. മനയിൽ ശ്രീകുമാർ, ജേക്കബ് ജോർജ്, ഡോക്ടർ മോഹൻ വർഗീസ് സംസാരിച്ചതിന് സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.